ഹായ് ഹലോ എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ അതാ നമ്മളിന്ന് കുറച്ച് ഐസ്ക്രീം സ്റ്റിക്സ് എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതേപോലത്തെ സ്റ്റിക്സ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് കാർഡ്ബോർഡ് ഇതേപോലെ സ്ട്രിപ്പ് പോലെയൊക്കെ അങ്ങ് കട്ട് ചെയ്ത് കുറച്ച് പീസസ് ആക്കി അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ വേറെ എടുക്കുക കേട്ടോ. അപ്പോൾ അതാ ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 2 ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഓൾറെഡി കുറച്ചൊക്കെ എഴുതിയിട്ടുള്ളതും ഭംഗിയില്ലാത്ത സ്റ്റിക്കാണ് ആദ്യം എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ മാറ്റി നമുക്ക് നല്ല ഭംഗിയാക്കാം. ഫൈനൽ ലുക്ക് വരുമ്പോൾ അതിനൊക്കെ ഒരു ഐഡിയ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റിക്കിനെ നമ്മൾ ഇങ്ങനെ ഒട്ടിക്കുക. അതിന് ശേഷം വീണ്ടും അടുത്ത സ്റ്റിക്ക് എടുത്തിട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ചും അങ്ങോട്ട് ഒക്കെ ആക്കി കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോഴാണ് നമുക്ക് ആ ഒരു ലുക്ക് കിട്ടുള്ളൂ. നമ്മളൊരു സ്റ്റാർ പോലെയാണ് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മളൊരു സ്റ്റാർ പേപ്പറിൽ വരച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ വെച്ചിട്ട് സ്റ്റാർ ഡിസൈൻ കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്കൊരു സ്റ്റാർ പോലെ വരും. അതിന് ശേഷം അതിൻ്റെ മുകളിൽ വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നല്ലൊരു ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് ഒട്ടിക്കുക കേട്ടോ. അപ്പോൾ ഉള്ളിലത്തെ വൃത്തികേടൊന്നും കാണാതെ നല്ല ഭംഗിയായിട്ട് വരും കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാരെ വളരെ ഉപകാരമായിരിക്കും കേട്ടോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡും കൂടെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ. ഓക്കെ, ഇതേപോലെ വെച്ച് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. നമ്മളൊരു 3 ലെയറാണ് കേട്ടോ വെച്ച് ഒട്ടിച്ച് കൊടുക്കുന്നത്. ഇനി ഇതിൽ കൂടുതൽ വേണമെങ്കിൽ, കുറച്ചും കൂടെ വലുപ്പം തോന്നിയിട്ട് വേണമെങ്കിൽ ഇതിൽ കൂടുതൽ നമുക്ക് വെച്ച് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ഭംഗി കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ നല്ല ഭംഗിയായിട്ട് വെച്ച് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ എല്ലാം കൂടെ കഴിഞ്ഞ് വരുമ്പോൾ ഇതേപോലെ ഇരിക്കുന്നുണ്ട്. ഇനി ഫെയറി ലൈറ്റ്സ് എടുക്കുക. ഇതേപോലത്തെ ലൈറ്റ്സോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ലൈറ്റ്സ് ഉണ്ടാവില്ലേ, ഏതാണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ ആ ലൈറ്റുകൾ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ ലൈറ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതിനധികം വിലയൊന്നുമില്ല കേട്ടോ. ആമസോണിൽ അവൈലബിൾ ആണ് പല റേറ്റിൽ ഇങ്ങനത്തെ ഫെയറി ലൈറ്റ്സ്. ബാറ്ററിയിലും കറണ്ടിലും ഒക്കെ വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി, കിട്ടുന്നതാണ് കേട്ടോ. ഇനി ഇതേപോലെ ഇങ്ങനെ ചുറ്റി കൊടുക്കുക. നല്ല ഭംഗിയാണ്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ആ ഒരു സ്റ്റാർ ഉണ്ടാക്കിയതിന് കളറും കൂടെ കൊടുക്കാം കേട്ടോ വേണമെങ്കിൽ. പക്ഷെ എനിക്ക് ഈ ഒരു ബാമ്പു കളർ തന്നെയാണ് ഇഷ്ടമായത്. അതുകൊണ്ട് ഇങ്ങനെ തന്നെയാണ് വെക്കുന്നത് കേട്ടോ. ഇനി ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കാം, നമുക്കൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ലൈറ്റും കൂടെ വന്നു കഴിയുമ്പോൾ നല്ല ലുക്കായിട്ടുണ്ട് കേട്ടോ. എൻ്റെ ക്യാമറ എന്തോ പിടിച്ചത് തെറ്റിപ്പോയി. അപ്പോൾ സ്റ്റാർ വേറെ ഷേപ്പിൽ നിന്നാണ് കാണുന്നത് അല്ലേ. പക്ഷേ ശരിക്കും നല്ല ഭംഗിയാണ് കേട്ടോ. അതിങ്ങനെ തിരിഞ്ഞ് ക്യാമറയുടെ പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ശരിക്കും നല്ല ഭംഗിയാണ്. നമ്മുടെ വീടിൻ്റെയൊക്കെ പുറത്ത് ഇതേപോലെ തന്നെ ചെയ്തിട്ട് നല്ല ലുക്കാണ് കേട്ടോ. ഞാൻ ഇന്നലെ വെറുതെ ആമസോണിൽ ഇപ്പോൾ ക്രിസ്മസ് സീരീസൊക്കെ ചെക്ക് ചെയ്തപ്പോഴുണ്ട് ഇങ്ങനെ ഒരു സ്റ്റാർ നല്ല റേറ്റും ഉണ്ട്. ജസ്റ്റ് അത് ബാംബു സ്റ്റിക്ക് പോലത്തെ സ്റ്റിക്ക് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയൊരു ഐഡിയ ആണ്, എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൂടാ, നല്ലതല്ലേ എന്ന് വെച്ചിട്ട് ചെയ്ത് നോക്കിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, വീണ്ടും വരുമായിരിക്കും. ബൈ.